ഹലോ നമസ്കാരം. അപ്പോൾ ഉണ്ടല്ലോ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വെയിൽ വരുവാന്നുള്ള ഒരു ധാരണപ്പുറത്ത് നമ്മുടെ അഡീനിയം പ്ലാന്റ്സും കുറച്ച് അസേലിയൊക്കെ ഉള്ളതൊക്കെ ഞാൻ മുറ്റത്തോട്ട് എടുത്ത് വെച്ചായിരുന്നു കേട്ടോ. എടുത്ത് വെച്ചെല്ലാം കഴിഞ്ഞപ്പോഴാണ് മഴ തുടങ്ങിയത്. എല്ലാ ദിവസവും രാത്രി മഴ പെയ്യാൻ തുടങ്ങി. അങ്ങനെ അസേലിയ പ്ലാന്റ്സിനെയൊക്കെ ഞാനെടുത്ത് ഈ സൈഡിലോട്ട് മാറ്റി. അഡീനിയത്തിനെയൊക്കെ ഞാൻ മുകളിൽ വെച്ചിരുന്നാണ് മറ്റേ ഡ്രസ് വർക്ക് ഷീറ്റ് ഇട്ടിട്ടുണ്ട് അതിന് താഴെ. അത് താഴെ ഇപ്പോൾ വെയിൽ കണ്ടപ്പോൾ താഴെ മുറ്റത്ത് കൊണ്ടുവന്ന് വെച്ചിരിക്കുമായിരുന്നു. അപ്പോൾ മഴ തുടങ്ങിയിട്ടാണ്. പിന്നെ അസേലിയ പ്ലാന്റ്സും നമ്മുടെ കയ്യിൽ 4 എണ്ണമായിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ മഴയത്ത് വെച്ചേക്കുമായിരുന്നു. അങ്ങനെ ഒരുപാട് വെള്ളം വേണ്ട കേട്ടോ. പിന്നെ വീണ്ടും നമ്മൾ വെയിൽ കണ്ടിട്ടാണ് മുറ്റത്തോട്ട് എടുത്ത് വെച്ചത്. പക്ഷേ നല്ല മഴ, എല്ലാ ദിവസവും മഴ പെയ്യാൻ തുടങ്ങി. വെയിലങ്ങ് മാറി ഇങ്ങോട്ട് വെച്ചു. പിന്നെ ഉണ്ടല്ലോ, ഞാനൊരു 5 അസേലിയ പ്ലാന്റ്സ് കൂടെ കോംബോ ഓഫറിന് വാങ്ങിയിട്ടോ. നന്നായിട്ട് അത്യാവശ്യം നല്ല വലിപ്പമുള്ള പ്ലാന്റ്സ് എനിക്ക് കിട്ടി കേട്ടോ. റേറ്റും കുറവായിരുന്നു കേട്ടോ. ഒരു യൂട്യൂബ് ചാനലിൽ നിന്ന് തന്നെ കണ്ടിട്ട് വാങ്ങിയതാണേ. ആർക്കെങ്കിലും അവരുടെ ലിങ്ക് വേണമെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ. ഈ പ്ലാന്റ്സിലെ ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇത് നന്നായിട്ട് പൂത്തു തുടങ്ങിയതാണ്. ഇത് പക്ഷേ കുറച്ച് നാളായതാണ്. അതൊരു വളരെ കുഞ്ഞ് ചെടിയായിരുന്നു കേട്ടോ ഞാൻ വാങ്ങിക്കുമ്പോൾ കിട്ടിയത് കോംബോ ഓഫറിന്. പക്ഷേ ഇപ്രാവശ്യം ഞാൻ വാങ്ങിയതുണ്ടല്ലോ, റേറ്റും കുറവ്, എനിക്ക് അത്യാവശ്യം വലിപ്പമുള്ള ചെടി കിട്ടി. ഈ അസേലിയ പ്ലാന്റ്സ് ഒക്കെ എവിടെ കോംബോ ഓഫറിന് കണ്ടാലും വാങ്ങിക്കോണം കേട്ടോ. എപ്പോഴും പൂത്തരും. നമ്മൾ കുറച്ച് കെയർ ചെയ്താൽ മതി. ഒരുപാട് കെയറിങ് ഒന്നും വേണ്ട. ഒരുപാട് വെള്ളം കെട്ടാതെ നോക്കിയാൽ മതി. അപ്പം മാക്സിമം കോംബോ ഓഫേഴ്സിനൊക്കെ കിട്ടുമ്പോൾ വാങ്ങുക. ഇനി കുറച്ച് അഡീനിയം പ്ലാന്റ്സ് കൂടി ഉണ്ട് കേട്ടോ. ഞാനത് പിന്നെ വീണ്ടും ഷെൽട്ടറിന് താഴെ തന്നെ കൊണ്ടുപോയി മാറ്റി വെച്ചു. ഇത് നല്ല കാറ്റുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങോട്ടേക്ക് കാറ്റ് വീശി മഴവെള്ളമൊക്കെ വീഴുന്നുണ്ട്. ഇനി വീണ്ടും മാറ്റണം എന്ന് തോന്നുന്നു ഇങ്ങനെ മഴ കണ്ടിന്യൂ ചെയ്താൽ. പിന്നെ ഉണ്ടല്ലോ, നമ്മുടെ ഇവിടെ ഈ ഫ്രണ്ടിൽ നിന്ന മാവില്ലേ, നന്നായിട്ട് ഷെയ്ഡ് കിട്ടുമായിരുന്നു. കമ്പ് ഇങ്ങോട്ട് തൂങ്ങിക്കിടപ്പുണ്ടായിരുന്നു. നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാൻ. അത് കഴിഞ്ഞ ദിവസം വെട്ടി മാറ്റിയിട്ട് എന്താണെന്ന് വെച്ചാലേ കംപ്ലീറ്റ് ഉണങ്ങി തുടങ്ങി. ഈ മറ്റേ എന്താ ഒരു തരം പ്ലാന്റില്ലേ, ഇതിൽ മുഴുവൻ കയറിയിട്ട് പാർസൈറ്റ് പ്ലാന്റില്ലേ, അത് കംപ്ലീറ്റ് കയറിയിട്ട് ഇത് ഉണങ്ങി തുടങ്ങിട്ടോ. നന്നായിട്ട് മാങ്ങ കിട്ടുന്ന മാവാണ്. എല്ലാ മാവിലും അതെ. ഈ പാർസൈറ്റ് പ്ലാന്റ് കയറി കംപ്ലീറ്റ് കമ്പൊക്കെ ഉണങ്ങി അതിങ്ങ് തൂങ്ങിപ്പോന്നു. പിന്നെ നമ്മളെപ്പോഴും പിള്ളേരും ഒക്കെ നടക്കണ സ്ഥലമല്ലേ, അതുകൊണ്ട് അത് മുറിച്ച് മാറ്റിയിട്ടോ. ഈ മാവൊക്കെ കേടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഭയങ്കര പ്രകാശമാണ് ഇപ്പോൾ. അതുപോലെ ആ ചെറിയ അരമതിലിരുന്ന ബ്ലൂ ഡേയ്സ് ഞാൻ അവിടെ നിന്ന് എടുത്ത് മാറ്റിയിട്ടോ. ആ വശത്തോട്ട് വെച്ചു. കാരണം എന്താ വെച്ചാലേ ഈ ബ്ലൂ ഡേയ്സ് ഇപ്പോൾ അരമതിലിൽ ഇപ്പോൾ ഈ മരത്തിൻ്റെ കമ്പ് വെട്ടിയത് കൊണ്ട് നമുക്കിത് കണ്ടോ, ഇവിടെ ഇച്ചിരി വെളിച്ചം കൂടുതലുണ്ട്. അപ്പോൾ ബ്ലൂ ഡേയ്സ് പെട്ടെന്ന് വാടിപ്പോകും. അതുകൊണ്ട് ഇതൊക്കെ ഇങ്ങോട്ടേക്ക് മാറ്റി വെച്ചു. അപ്പോൾ ഇപ്പോൾ നന്നായിട്ട് മഴ പെയ്യും കേട്ടോ. മുറ്റത്തോട്ടൊന്നും ഇറങ്ങാൻ നമുക്ക് നിവർത്തിയില്ല. പിന്നെ കഴിഞ്ഞ ദിവസത്തെ വെയിൽ കണ്ടിട്ടുണ്ടല്ലോ നമ്മൾ. ഇവിടെ ഈ പറമ്പിൽ ഒരു ചേട്ടനെ, ഒരു ഒറീസക്കാരൻ ചേട്ടനെ നിർത്തിയിട്ട് കാടൊക്കെ വെട്ടി മാറ്റിയിട്ടോ. പുല്ലൊക്കെ പറിച്ച് കളഞ്ഞു. അപ്പോഴത്തേക്കും വീണ്ടും മഴ തുടങ്ങി. നമ്മുടെ ഈ ചെടി ഉണ്ടല്ലോ, കാർഡിനൽ ക്രീപ്പർ, ഇതെന്താ പൂക്കാത്തേന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നേ. പക്ഷേ ഇതിലിപ്പോൾ മുട്ടൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഉണ്ടോ, അതിൽ നിറയെ മുട്ടകൾ വന്ന് തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അപ്പോൾ ഈ ഒരു സമയമായിരിക്കും ഇത് പൂക്കുന്ന ടൈം. ഞാൻ DAP ഒക്കെ ഇട്ട് കൊടുത്തായിരുന്നു. ഒരനക്കവും ഇല്ലാതെ നിൽക്കുമായിരുന്നു. പക്ഷേ ഇതിപ്പം മുട്ടൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ഒരു പുതിയൊരു ഓർക്കിഡ് പൂവ് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള കളറാണ്. പക്ഷേ വലിയ ആരോഗ്യമില്ലാത്ത ചെടിയാണേ. എൻ്റെ കനകാമ്പരമൊക്കെ പൂത്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാൻ മഴ പെയ്യുമ്പോൾ ഇടയ്ക്കൊന്ന് വന്ന് നോക്കും. ചിലപ്പോൾ ചെടിച്ചട്ടിയിൽ ഏതിലെങ്കിലും വെള്ളം കെട്ടിക്കിടപ്പുണ്ടെങ്കിലേ
അത് കളഞ്ഞില്ലെങ്കിൽ ചെടികളൊക്കെ പോകുമല്ലോ. കണ്ടോ, ഇതുണ്ട് ഒരു റോസിൻ്റെ മൊട്ട്. അപ്പം നമ്മൾ എന്ന് പറമ്പിലെ പുല്ല് ചെത്തിയാലുണ്ടല്ലോ ഇതുപോലെയാണ് കേട്ടോ. പെട്ടെന്ന് മഴ വരും, ഉണ്ടായിരുന്നതിനേക്കാൾ ഇരട്ടിയായിട്ട് പുല്ലൊക്കെ കയറി വരും. കഴിഞ്ഞ ദിവസം റോസിൻ്റെ കമ്പൊക്കെ മുറിച്ച് മാറ്റിയില്ലേ, അപ്പോൾ അതിലൊക്കെ മുട്ട് വീണ്ടും വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ എന്തോ ഒരു പ്രാണി കയറുന്നുണ്ട്. മഴയായതുകൊണ്ട് തന്നെ നമുക്ക് വേറെ പ്രത്യേകിച്ച് പെസ്റ്റിസൈഡൊന്നും അടിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല. അതുപോലെ ഈ കോർണറിൽ വെച്ചിരുന്ന വലിയ 2 പോട്ടിലെ മെലസ്റ്റോമ പ്ലാന്റ് ഉണ്ടായിരുന്നു. ഒരെണ്ണത്തിൽ മെലസ്റ്റോമയും ഒരെണ്ണത്തിൽ നമ്മുടെ ക്രേപ്പ് മിർട്ടിലില്ലേ, റെഡ് കളർ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പർപ്പിൾ ലീഫുള്ളത്, അതും ഉണ്ടായിരുന്നു. അത് ഞാൻ ഇവിടെ ഈ വെൻഡാനസ് നിൽക്കുന്ന അരമതിലിനെ അങ്ങേ വശത്തോട്ട് നട്ടുട്ടോ. ഈ മാവിൻ്റെ കമ്പൊടിച്ചപ്പോഴേ ഇവിടെ കുറച്ച് വെളിച്ചമൊക്കെ കിട്ടുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു, ഇവിടെ കണ്ട, ഇവിടെ ഒരു നീല കളറിലെ കനകാമ്പരം നട്ടിട്ടുണ്ട്. വേണ്ട, ഇത് ക്രേപ്പ് മെർട്ടിൽ പ്ലാന്റ്. ഇതെന്തെന്നാ, ഇതൊരു മുല്ല പോലത്തെ വൈറ്റ് കളർ ഫ്ലവർ ഉണ്ടാകുന്ന, ഞാൻ പേര് മറന്നു കേട്ടോ. ഇത് റെഡ് കളർ ചെത്തിപ്പൂവ്, പിന്നെ പാരിജാതം, ടെക്കോമ, മെലസ്റ്റോമ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ചെടികളുടെ വിശേഷം. ബൈ ബൈ.